ട്വീറ്റ് ചെയ്തു. സർ, ഹൗ ഡു യു സീ ഓവറോൾ റിസപ്ഷൻ ബൈ ഇസ്രയേൽ ടുവേർഡ്സ് മോഡി? ഈവൻ ബിബി ആൻഡ് ഹിസ് വൈഫ് കെയിം ടു റിസീവ് മോഡി. മോദിയുടെ ഇസ്രയേൽ സന്ദർശനം പല കാര്യങ്ങൾ പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അതൊരു സ്റ്റാൻഡ് ഔട്ട് എന്നുണ്ടെങ്കിൽ ഒരു യുണീക്ക് ഇവന്റ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഒന്നാമത് മോദി കഴിഞ്ഞ പ്രാവശ്യം അവിടെ 2017 പോയി, പിന്നെ 2009 തോന്നുന്നു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോയിട്ടുണ്ട്, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും. പക്ഷെ ആ 2 പ്രാവശ്യം പോയതുപോലെ അല്ല ഇപ്രാവശ്യം പോയത്. ഇപ്രാവശ്യം പോയി മോദി വളരെ വിത്ത് ഫുൾ കൺവിക്ഷൻ എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു പ്രസംഗമാണ്. നല്ല രീതിയിൽ ജയശങ്കറൊക്കെ കൂടെ പോയതുകൊണ്ട് തന്നെ പ്രസംഗം വളരെ പ്രിസൈസ്, ഒരു 31 മിനിറ്റ്സ് നീണ്ടുന്ന പ്രസംഗമാണ്. മോദി അത് നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസിക്കലി ഇപ്പം മോദിയിൽ നിന്ന് ഇപ്പോൾ ശശി തരൂരിന്റെ മോഡലിലുള്ള പ്രസംഗമോ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനോ അല്ലെങ്കിൽ ആക്യുറസിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരും കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല. അതർവൈസ് ഹാസ് ഡൺ വെൽ. അതൊരു വസ്തുതയാണ്. കാരണം ആളുകൾക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കെനസറ്റിലെ അംഗങ്ങൾക്കൊക്കെ മനസ്സിലായി, നിർത്തി സംസാരിച്ചു ഓരോ വാക്കുകൾ. മാത്രമല്ല അവർ നന്നായിട്ട് അതുമായിട്ട് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ മോദി അമേരിക്കയിലാണ് പോയി പ്രസംഗിച്ചിരുന്നെങ്കിൽ അവർക്കത് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ അവര് മനസ്സിലാകാതെ അവർക്കാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ഒക്കെ മലയാളം ഏത് രീതി സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവും, അല്ലേ? മനസ്സിലാവും. പക്ഷെ ഈ വെസ്റ്റേണേഴ്സ് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്ക് മനസ്സിലാവുന്നില്ല എന്ന് അഭിനയിക്കുന്നത്, ആക്സെന്റ് ശരിയല്ല അതാണെന്നൊക്കെ പറയുന്നത് തന്നെ അതൊരു രീതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ നിന്നില്ല ഈ പറഞ്ഞ എല്ലായിടത്തുനിന്നും വരുന്ന പോപ്പുലേഷൻ, പോളിഷുകാരനുണ്ട്, ബെൽറസുകാരനുണ്ട്, റഷ്യക്കാരനുണ്ട്, അമേരിക്കക്കാരനുണ്ട്, അവിടെയുള്ള അറബുണ്ട്, അഷ്കനാസി ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷും ഇതേ കണക്കൊരു ഇംഗ്ലീഷാണ്. അപ്പൊ അവർ പെട്ടെന്ന് എല്ലാം റിയാക്ട് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു, വി അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇതാവുന്നു, സ്റ്റാൻഡിങ് ഒവേഷൻ. അപ്പൊ സാധാരണ ഇതിൽ മറ്റേ മില്ലി പോയിട്ടുണ്ട്, മില്ലി, പിന്നെ ട്രംപ്. അപ്പൊ ഈ 3 പേരാണ്, മോഡി 3 പേരാണ് പോയിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർ വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. അവര് നെതന്യാഹു ഒക്കെ സ്പെൻഡ് ചെയ്ത ടൈം, എനർജി ആൻഡ് ഇമോഷൻ, ഈ 3 കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇന്ത്യ അവർ വലിയൊരു മാർക്കറ്റായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യ അവരുടെ ഡിഫൻസ്, അതുപോലെ തന്നെ RD, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ആ രംഗത്ത് ഇന്ത്യ ഒരു അവരൊരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. പിന്നെ ഓഫ് കോഴ്സ് യുണൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഇസ്ലാമിക് ജിഹാദി ടെററിസം, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ആ ലെവലിൽ സാധനത്തിനെതിരെ പാകിസ്ഥാൻ ഇതിനെതിരെയുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പ്രതിരോധത്തിൽ ഇന്ത്യക്ക് അതിനകത്ത് പങ്കുചേരാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വലിയ തോതിൽ ഊട്ടിയുറപ്പിക്കാൻ മോദിയുടെ സന്ദർശനം സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേലിലുള്ള ആളുകൾ, ഇസ്രായേലിലുള്ള ജെറുസലേം പോസ്റ്റ് പോലെയുള്ള പത്രമൊക്കെ അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഹിന്ദിയിൽ നമസ്തേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവരെ സ്പീക്കർ ഹിന്ദിയൊക്കെ കാണാതെ പഠിച്ചു അവസാനം പറയുന്നുണ്ട്. പുള്ളിക്കാണെങ്കിൽ ചുമ കാരണം അവിടെ ഇരിക്കാൻ വയ്യ. പുള്ളി ട്രംപ് വന്നപ്പോഴും ചുമച്ചെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി പറഞ്ഞതാണ് ജെറുസലേം ആപ്കോ സ്വാഗത് ഹേ ജെറുസലേം, പിന്നെ ഇസ്രായേലിലേക്ക് സ്വാഗതം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു വലിയ എന്താണ് കിളച്ചിട്ടതിന് അപ്പുറത്ത് ചാടിയ ഒരു അവസ്ഥയാണ് കാണുന്നത്. ആളുകൾ ഇവിടുന്ന് പോയപ്പോ ഇത്രയും ആകുമെന്ന് പലരും പ്രതീക്ഷിച്ചില്ല എന്ന് ഈ 2 ദിവസമായിട്ട് ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമന്റുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ നാഷണൽ ടെലിവിഷൻ ചാനലുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ഇസ്രയേലിലുള്ള തന്നെ പത്രലേഖകരും മന്ത്രിമാരും ഒക്കെ അതിനകത്ത് വരുന്നു. ഇപ്പൊ ഞാൻ ഇന്ത്യ ടുഡേ, ടൈംസ് ഓഫ് ഇന്ത്യ, NDTV, പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എക്സ്, അങ്ങനെ ഒരു ചാനലുണ്ട്. അങ്ങനെ കുറെ ചാനലുകളുണ്ട്. ഇതിനകത്തെല്ലാം ഇവരൊക്കെ വന്നിരുന്ന് സംസാരിക്കും. അപ്പം ഇസ്രയേലികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദേ ഫീൽ സംതിങ്, ഐ ഡോണ്ട് നോ. ഒരാൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ 110 crore ഇന്ത്യൻസ് ഇസ്രയേലിനൊപ്പമാണ്. ഡെമോഗ്രാഫിക് കണക്ക് വെച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നു. അയാളുടെ പേര് മറന്നു.
പോട്ടെ. അപ്പം ലോകം മുഴുവൻ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക, പിന്നെ കുറെ ഫേക്ക് ആരോപണങ്ങൾ. ICC കോർട്ടിലെ കുറ്റവാളിയായിട്ട് പിടിച്ചിരിക്കുന്ന ആളാണ് നെതന്യാഹു, ജനോസൈഡ് നടത്തുന്ന ആളാണ് ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന കുറെ ഇസ്ലാമിക് നരേറ്റീവുകൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവര് ഇന്ത്യ അങ്ങോട്ട് പോകാൻ പാടില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് പാലസ്തീനെ അംഗീകരിക്കണം, നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ സംഗതി ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള ഇതല്ലല്ലോ ഇവിടെ. ഈ ബേസിക്കലി ഒരു UN കാണുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് ഇവിടെയും കാണുന്നത്. ഇന്ത്യയിലെ ഇസ്രായേലിനെ കുറിച്ച്, കേരളത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ഉള്ള ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത. ഞാൻ 2014 ഗാസ റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു പ്രഭാഷണം നടത്തി. അതിനു മുന്നേ എനിക്ക് ഞാനൊരു പ്രഭാഷണം അവതരിപ്പിച്ചതോടുകൂടി എല്ലാം മാറി മറിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഞാൻ യഥാർത്ഥത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു വൺ വേ ട്രാഫിക് ആയിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടിയ ഭയങ്കര ഇത് ചെയ്യുന്നത്, മറ്റേത് പാലസ്തീനികൾ ഭയങ്കര കല്ലും കവണയും വെച്ച് യുദ്ധം ചെയ്യുന്നു, ഇവർ കൊണ്ടുവന്ന് ബോംബിടുന്നു, ഇതൊക്കെ ആയിരുന്നു. ഇതൊക്കെ മാറിയിട്ടുണ്ട്, കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ വോട്ട് ബാങ്കിന് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ആളുകളൊക്കെ ഇങ്ങനെ കുറേയൊക്കെ അഭിനയിച്ച് തള്ളുന്നുണ്ടെങ്കിലും അവരെ ബേസിക്കലി ഇന്ത്യയിൽ കുറച്ചുകൂടെ ഇസ്രായേലിന് ഒരുപക്ഷെ ഇസ്രായേൽ ഏറ്റവും പോപ്പുലറായ ഒരു രാജ്യം ഇപ്പൊ ഇന്ത്യയാണ്. അതൊരു വസ്തുതയാണ്. സോ നോർമലി ഇനിയിപ്പോ വേറെ ഭരണാധികാരികൾ വന്നാൽ പോലും അവർക്ക് പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പോയി അവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ഇന്ത്യയിൽ അങ്ങനെ ഒരു അമേരിക്കയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ കുറെ ആളുകള് ഇസ്രയേലിനെ വിരുദ്ധരായി മാറുന്നു, ഹമാസ് പ്രേമികൾ, റിവർ ടു സീ മുദ്രാവാക്യം, ക്യാമ്പസ് ഫ്രണ്ട് ഇതൊക്കെ വരുന്നു. അത് വളരെ ഓർക്കസ്ട്രേറ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോ അത് ഫിറ്റ് ചെയ്യുന്ന ഒരു വിസിറ്റ് തന്നെയായിരുന്നു മോഡിയുടെ. ഒരു ദിവസം മൊത്തം ഞാൻ നോക്കിയിട്ട് ഒരു ദിവസം പോയി, അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം, ഇത്രയും ജനങ്ങൾ ഉള്ള ഒരു രാജ്യം, അവരുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇസ്രായേലിനും വളരെ താല്പര്യമുള്ള കാര്യം.